നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈലി സെൻസിറ്റീവ് പീപ്പിൾസിനെ കുറിച്ചിട്ട് അല്ലേ. അവരെത്രക്കാരായിരിക്കും, അവരുടെ സയൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഹൈലി സെൻസിറ്റീവ് പീപ്പിൾസ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ ഇറിറ്റേഷൻസ് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഹൈലി സെൻസിറ്റീവ് പീപ്പിളാണ് ഞാൻ, അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണ് ഞാൻ, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവർക്കുള്ള ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ പലർക്കും പല ക്യാരക്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വേരിയേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ അതിലൂടെ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ പലരിടത്തും പല രീതിക്ക് പെരുമാറിയിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കും അല്ലേ, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ എന്തിനാ അങ്ങനെ പെരുമാറിയത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്വയം ബോധ്യം ഉണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇനി പറയുന്നത്. 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, സ്വയം തിങ്ക് ചെയ്യണം, സ്വയം കണ്ടെത്തണം. ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ട് പെരുമാറുന്നത്, ഏത് കാര്യം കാണുമ്പോഴാണ് അല്ലെങ്കിൽ കേൾക്കുമ്പോഴാണ്, ഏത് സിറ്റുവേഷനിൽ ഇടപഴകുമ്പോഴാണ് നിങ്ങൾ കൂടുതലൊരു സെൻസിറ്റീവ് ക്യാരക്ടറിലായിട്ട് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയമേ ആദ്യം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക, സ്വയം മാറ്റാനായിട്ട് ട്രൈ ചെയ്യുക. സ്വയം മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം കണ്ടെത്തി സെലക്ട് ചെയ്തിട്ടാണ് പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടത്. അത്യാവശ്യമാണ്. ചേഞ്ച് ചെയ്യാന്നുള്ളത് സ്വയം ഒരു ബോധ്യം വേണം. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു സാധനം ഇല്ലെങ്കിൽ, സ്വയം മാറ്റണം എന്നുള്ളൊരു സാധനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വയം നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട, ലൈഫിൽ കൊണ്ടുവരേണ്ട, സ്വയം തീരുമാനിക്കേണ്ട, സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേഴ്സണൽ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും, കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നമുക്ക് ഒഴിവാകാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്തരം വ്യക്തികളിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ എന്നല്ല, എല്ലാവരിലും ഒരു പേഴ്സണൽ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ പലർക്കും ഇത് കാണുന്നവർക്കും നമ്മുടെ കൂടെ നടക്കുന്നവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ അവന് വലിയൊരാൾ, നമ്മളത്ര കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരില്ല, അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപഴകിക്കില്ല, അങ്ങനെയൊക്കെ വേണ്ടി ചിലപ്പോൾ നെഗറ്റീവ് പറയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരുടെ ഇഷ്ടം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളിൽ ഒരു സറൗണ്ടിങ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക, അതിനുള്ളിൽ ആരൊക്കെ കൊണ്ടുവരണം, ആരൊക്കെ കളയണം എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക, സെറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇമോഷണലി നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങളിങ്ങനെ ഇട്ട് ഹരാസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലർക്ക് സൗണ്ട് കേൾക്കുന്നത് വല്ലാണ്ട് ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഓവറായിട്ട് സൗണ്ട് കേട്ടാലേ അവർക്ക് പ്രശ്നമാണ്. ഈ സൗണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പോകാത്ത ഒത്തിരി പേരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വോളിയത്തിൽ എന്തെങ്കിലും കേൾക്കാത്ത ഒത്തിരി പേരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ, ആൾക്കാരുടെ സംസാരം ഇഷ്ടപ്പെടാത്ത, അങ്ങനെ സൗണ്ട് പരമായിട്ട് പല സൗണ്ടുകൾ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള സൗണ്ട് എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഹെഡ്സെറ്റും വെച്ചിട്ട് കാമായിട്ടുള്ള എന്തെങ്കിലും പാട്ടും കേട്ട് സുഖമായിട്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ ഇമോഷണലി ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാകാൻ നോക്കുക. അതിന് സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് നിങ്ങൾ ആ ഒരു സെൻസിറ്റീവ് ആവാണ്ട് നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന 2 ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മുടെയൊക്കെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത്. എന്താണ്? ഒന്ന് നമ്മുടെ ഫാമിലിയാണ് അല്ലേ, നമ്മുടെ അച്ഛൻ, അമ്മ, ബാക്കി മെമ്പേഴ്സൊക്കെ അടങ്ങുന്ന നമ്മുടെ ഫാമിലി, അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, അങ്ങനെയൊക്കെ അടങ്ങുന്ന നമ്മുടെ ഫാമിലി. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ് അല്ലേ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഈ ഒരു
ആൾക്കാരുടെ കൂടെ ഇടപഴകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലിരിക്കുന്നത്, നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവരുടെ അടുത്താണ് അല്ലേ. അപ്പോൾ ഇത്തരം ഈ ഒരു സർക്കിളിൽ, നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും, ഇത്തരം സർക്കിളിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നിങ്ങൾ സെൻസിറ്റീവ് ആകാൻ സാധ്യതയുള്ള വ്യക്തികളോ സാഹചര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെല്ലെ എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കുക കേട്ടോ. അത്തരം വ്യക്തികളൊന്നും നിങ്ങൾ അത്തരത്തിലുള്ള സർക്കിളിൽ വെക്കരുത്. നിങ്ങളുടെ സമാധാനം കളയത്തേ ഉള്ളൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഇറിറ്റേഷനും ഈ ട്രിഗറിങ് പരിപാടിയൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഇത്തരം സർക്കിളിൽ തന്നെ ഇത്തരം വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എടുത്ത് ദൂരെ ഒഴിവാക്കുക കേട്ടോ. നിങ്ങൾ സമാധാനം കിട്ടുന്ന ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ടൈം കീപ്പ് ചെയ്യുക. പിന്നെ സ്റ്റഡീസ് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഡേ ടൈമിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജോലി സ്ഥലത്തോ എവിടെ ആയിക്കോട്ടെ, ഡേ ടൈമിൽ അവർക്ക് ഇത്തിരി വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരായിരിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അത്തരക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്കിംഗ് ഷെഡ്യൂൾ ഒരു ഈവനിങ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉറക്കം. നല്ലൊരു ക്വാളിറ്റി ഉറക്കം നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, മൂഡ് സ്വിങ്സ് വരും, നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അതിൻ്റെ കൂടെ ഉറക്കക്കുറവും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരിക്കും. ഓക്കെ, നമ്മൾ ഒന്നും കൂടെ ആളി കത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നോക്കുന്ന പോലെ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ക്വാളിറ്റി സ്ലീപ്പ് കീപ്പ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ മൂഡ് വല്ലാണ്ട് ചേഞ്ച് ചെയ്യുക ആവാണ്ട് നല്ല പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഉറങ്ങുക, നല്ലോണം ഉറങ്ങുക. ഇനി ഏറ്റവും ഫൈനലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ മനഃപൂർവ്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങളത് ഭയങ്കരമായിട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് ബുദ്ധിമുട്ടരുത്. നിങ്ങൾക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ പറ്റുന്നുമില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു മാനേജ് ചെയ്യുന്നുള്ള ഭയങ്കരമായിട്ടുള്ള വിശ്വാസം കൊണ്ട് സ്വയം ഉള്ളിലൊതുക്കി മാനേജ് ചെയ്ത് പ്രഷർ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഭയങ്കരമായിട്ട് കൂടും, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുറയും, ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി പോകും നമ്മൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ തേടണം. സ്വയം കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല, മനസ്സിലായോ. അപ്പോൾ പറ്റാവുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യുക, പറ്റില്ല എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ അടുത്ത് നിങ്ങൾ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കുഞ്ഞു മാറ്റങ്ങൾ മെല്ലെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ ബിഹേവിയറിൽ കുഞ്ഞു മാറ്റങ്ങൾ മെല്ലെ നമുക്ക് കണ്ടു തുടങ്ങും. ഇന്ന് ചെയ്ത് നാളെ തന്നെ വരുന്ന ഞാൻ പറയുകയല്ല. ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ ആഴ്ചകളോളം എടുക്കും, ചിലപ്പോൾ ഒരു മാസം എടുക്കും, 2 മാസം എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വയം നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടോളറൻസ് ലെവൽ എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ ബിഹേവിയർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കൂ. ഓക്കെ.